ഗുഡ് ഈവനിങ് മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ അതുപോലെ ബുക്ക് റിവ്യൂവിൻ്റെ അടുത്തൊരു സെക്ഷൻ നമുക്ക് മുന്നോട്ട് ചേർക്കാം. 74ാമത്തെ ബുക്ക് റിവ്യൂ ആണ്. ഇവിടെ വളരെ പ്രത്യേകതയുള്ള ചില ബുക്കുകളാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ കണ്ടത്. സ്റ്റീഫൻ കോവയുടെ മനോഹരമായ ഒരു ബുക്ക് 7 ഹാബിറ്റ്സ്. അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ 7 ഹാബിറ്റ്സ് കൃത്യമായിട്ട് നമ്മൾ 2 ക്ലാസ്സുകളിലൂടെ മനസ്സിലാക്കി. അദ്ദേഹത്തിന് തന്നെ മറ്റൊരു ബുക്കാണ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ്. നമ്മളുടെ സമയത്തിൻ്റെ ഷെഡ്യൂൾ കൃത്യമായിട്ട് എങ്ങനെയാണ് സമയത്തെ നമുക്ക് നമ്മളിലേക്ക് ചേർത്ത് വയ്ക്കാൻ പറ്റുന്നത് എന്ന്, എങ്ങനെ സമയത്തെ മാനേജ് ചെയ്യാം, ഈ ഒരു വിഷയമാണ് പുസ്തകം പരാമർശിക്കുന്നത്. സമയമെന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ആദ്യം ചെയ്യണമെന്നുള്ള ഒരു മീനിങ് തന്നെയാണ് അവിടെ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ബുക്കിൻ്റെ കണ്ടന്റുകളിലൂടെ കടന്നു പോകാം. ഇപ്പോൾ സംസാരിക്കുന്നത് സുജിത്താണ്. സുജിത്ത് ഇങ്ങനെയുള്ള ബുക്കുകളൊക്കെ വളരെ ആഴത്തിൽ പഠിക്കുകയും അതിൻ്റെ കണ്ടന്റുകൾ കൃത്യമായിട്ട് നമ്മളിലേക്ക് തരാൻ പറ്റുന്ന രീതിയിൽ അതിനെ ഒന്ന് റീസ്ട്രക്ചർ ചെയ്യുകയും ചെയ്യും. സോ നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം സുജിത്തിനെയും. സുജിത്ത്, യു ആർ വെൽക്കം. താങ്ക് യു സർ. വ്യക്തമാണല്ലോ അല്ലേ? ഓക്കെ. 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിൾ. അതിനുശേഷം അതിന്റെ ഹാബിറ്റ് നമ്പർ 1 പ്രൊആക്ടിവിറ്റി, ഹാബിറ്റ് നമ്പർ 2 ബിഗിൻ വിത്ത് ദ എൻഡ് ഇൻ മൈൻഡ്, ഹാബിറ്റ് നമ്പർ 3 ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്. ഈ പുസ്തകം എഴുതിയതിനു ശേഷം പലപ്പോഴും സ്റ്റീഫൻ കോവയ്ക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഈ 3ാമത്തെ ഹാബിറ്റ് ആ ചെറിയൊരു അധ്യായത്തിലൂടെ മാക്സിമം ആളുകളിലേക്ക് മനസ്സിലാക്കാൻ സാധിക്കുമോ എന്ന സംശയം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം അതിനുശേഷമാണ് ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ് എന്ന് പറയുന്ന ബുക്ക് എഴുതുന്നത്. ശരിക്കും ഈ ബുക്ക് ഒരു 3-4 ഇന്റർസെക്ടർ ആയിട്ടാണ് വരുന്നത്. ഒന്ന് ക്ലോക്ക് ആൻഡ് കോമ്പസ്, ദ മെയിൻ തിങ്, കീപ് ദ മെയിൻ തിങ് ഈസ് ദ മെയിൻ തിങ് രണ്ടാമത് വരുന്നത്. 3 ദ സിനർജി ഓഫ് ഇന്റർഡിപെൻഡൻസ്, ദ പവർ ആൻഡ് പീസ് ഓഫ് പ്രിൻസിപ്പിൾ സെന്റേഡ് ലിവിങ്, പിന്നെ മിഷൻ സ്റ്റേറ്റ്മെന്റ്, വർക്ക്ഷോപ്പ്, അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ റിവ്യൂ ടൈം മാനേജ്മെന്റിന്റെ ദ വിസ്ഡം ലിറ്ററേച്ചർ എന്നിങ്ങനെയാണ് ആ ബുക്ക് കൊടുത്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് പ്രൊആക്ടിവിറ്റി, ദ ബിഗിൻ വിത്ത് ദ എൻഡ് ഇൻ മൈൻഡ് തറവായതിനു ശേഷം മാത്രമാണ് നമുക്ക് ഇതിലേക്ക് പ്രവേശിക്കുന്നത്. ഇത് കംപ്ലീറ്റ് ആയിട്ടും ഒരു പ്രാക്ടിക്കൽ രീതിയിലാണ്. ഈ പുസ്തകം എങ്ങനെയാണ് തുടങ്ങുന്നത്? വാട്ട് വൺ തിങ് കുഡ് യു ഡു, ആർ യു ഡൂയിങ് നൗ, വാട്ട് എ ട്രെമൻഡസ് ആൻഡ് ഹ്യൂജ് അച്ചീവ്മെന്റ് ഇൻ യുവർ ലൈഫ്, വാട്ട് വൺ തിങ് കുഡ് യു ഡു, വാട്ട് വൺ തിങ് കുഡ് യു ഡു എന്ന് പറയുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇന്ന് ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ, ഇതുവരെ ചെയ്യാത്ത ഒരു കാര്യം പുതുതായി നമ്മളുടെ ജീവിതത്തിൽ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ സമഗ്രമായ മാറ്റം വരുത്തുന്നതിന് പ്രേരകമാകുന്ന ഏതൊരു കാര്യമായിരിക്കും നിങ്ങൾ ചെയ്യാൻ തുടങ്ങുക എന്ന്. അതിനുശേഷം അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ഇട്ടിരിക്കുകയാണ്. കാരണം ഇത് പെട്ടെന്ന് നമുക്ക് ആൻസർ ചെയ്യേണ്ടതല്ല, ആലോചിച്ച് ചെയ്യേണ്ടതാണ്. ഇനിയുള്ള എല്ലാ പ്രവൃത്തികളും നമ്മൾ ആലോചനയോടുകൂടി, അതായത് പ്രൊആക്റ്റീവ് നേച്ചർ ഡെവലപ്പ് ചെയ്ത് ആ ഒരു സ്റ്റെപ്പ് 1 പ്രോസസ്സിന് ശേഷം സെൽഫ് അവയർനെസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അവബോധ തലത്തിലെത്തിയതിനു ശേഷം നമ്മൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത് വളരെ വേഗത്തിൽ വളരെ സീരിയസ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്, പക്ഷെ അത് എഫക്റ്റീവ് ആണോ? അതാണ് ശരിക്കും ഇതിലെ ചോദ്യം. ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇതില് ശരിക്കും പ്രോബ്ലംസ് സാധാരണ പുസ്തകം പോലെ തന്നെ 7 ഹാബിറ്റ്സിലും 8 ഹാബിറ്റിലും ഒക്കെ ഈ പ്രോബ്ലം, പെയിൻ ആൻഡ് സൊല്യൂഷൻ എന്നുള്ള രീതിയാണ് അവലംബിച്ചിരിക്കുന്നത്. നമുക്ക് പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരില്ല. വ്യത്യസ്തങ്ങളായ ഒട്ടനവധി പ്രോബ്ലംസ് നമുക്കുണ്ട്. അതിലൊരു പെയിനും ഉണ്ട്. അതായത് ശാരീരികമായ വേദന മാത്രമല്ല, മാനസിക തലത്തിൽ അനുഭവപ്പെടുന്ന വേദനയും ഒരേ തലത്തിലാണ് നമുക്ക് അനുഭവിക്കേണ്ടി വരിക. എന്ന് പറഞ്ഞാല് ശാരീരികവും മാനസികവുമായ വേദനകളെല്ലാം തന്നെ നമ്മുടെ മനസ്സിന്റെ ഒരു പ്രത്യേക തലത്തിലാണ് അനുഭവിക്കേണ്ടി വരിക. അപ്പൊ നമ്മളത് പ്രൊആക്റ്റീവ് നേച്ചർ ഡെവലപ്പ് ചെയ്യുന്നതിലൂടെ നമുക്കതിനെ ഓവർകം ചെയ്യാൻ സാധിക്കും. അതായത് ആ പെയിനിനെ എങ്ങനെയാണ് ഓവർകം ചെയ്യാം എന്നുള്ളതാണ് ഫസ്റ്റ് വരുന്നതെങ്കിൽ, രണ്ടാമത് അത് പ്രിൻസിപ്പിൾസ് ഓഫ് പേഴ്സണൽ വിഷൻ ആണ്. രണ്ടാമത് പ്രിൻസിപ്പിൾസ് ഓഫ് പേഴ്സണൽ ലീഡർഷിപ്പ് ആണ്. നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക. മറ്റെല്ലാവരെയും കുറ്റം പറയുന്ന ശീലം താൽക്കാലികമായി നമുക്ക് സമാധാനം തരുമെങ്കിലും ആത്യന്തികമായി നമ്മൾ ആ പ്രശ്നവുമായി നമ്മൾ കണക്ട് ചെയ്യുകയാണ് ചെയ്യുക. അപ്പം നമ്മൾ പ്രോ ആക്ഷനിലൂടെ
നമ്മളുടെ ജീവിതത്തിന്റെ ഉത്തരവാദിത്വം നാം ഏറ്റെടുത്താൽ മാത്രമേ, നാം ആര് എന്ന് നമുക്ക് തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് നമ്മുടെ പാത്ത് ഫൈൻഡിങ്, അത് നമ്മുടെ റൂട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ, എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ളത്. ഇതില് വളരെ പ്രധാനപ്പെട്ടമായ കാര്യം, നമ്മൾ സമയമെടുത്ത് നമ്മളുടെ ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം അത് എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനുശേഷമാണ് ആക്ഷൻ പാർട്ട് വരുന്നത്. ഫസ്റ്റ് നമ്മൾ ആരെയെന്ന് മനസ്സിലാക്കുക, നമ്മളുടെ ജീവിത ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കുക, അതിനുശേഷം അതിനു വേണ്ടുന്ന പ്രവർത്തനം ആരംഭിക്കുക. ഇതില് ദ ക്ലോക്ക് ആൻഡ് കോമ്പസ് എന്ന് പറയുന്ന ഒരു തിയറി ഉണ്ട്. ക്ലോക്കും കോമ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്ലോക്ക് എന്ന് പറയുന്നത് നമ്മുടെ ആത്യന്തികമായി നമ്മുടെ ജീവിതത്തിൽ വരുന്ന നിരന്തരമായ പ്രശ്നങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. കാരണം നമുക്ക് അടിയന്തരമായി ചെയ്തു തീർക്കേണ്ടുന്ന പല കാര്യങ്ങളുമുണ്ട്. കോമ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദിശാസൂചിയാണ്, നമ്മൾ എവിടെ എത്തണം എന്നുള്ളതാണ്. ഇതിന് അദ്ദേഹം ഒരു സ്റ്റോറി പറയുന്നത് ഇതാണ്: കുറെ സമയമായി എൻ്റെ മകൾ മരിയ വളരെ വിഷണ്ണയായി കാണപ്പെട്ടു. അവൾ അതീവ ദുഃഖിതയായിരുന്നു. കാരണം എന്തെന്ന് ചോദിച്ച സമയത്ത്, അവൾക്ക് ഒരുപാട് പ്രൊജക്റ്റുകൾ ചെയ്തു തീർക്കേണ്ടതുണ്ട്. കാരണം ഗോൾ സെറ്റ് ചെയ്ത് അതിനുവേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ആക്സിഡന്റലി അവൾ പ്രഗ്നന്റ് ആണ് എന്ന് മനസ്സിലാക്കുന്നത്. കാരണം അതിനുള്ള പ്രിവെൻഷൻ മെത്തേഡുകളെല്ലാം സ്വീകരിച്ചു, പക്ഷെ അവൾ ഗർഭിണിയായി. ആ സമയത്ത് അവൾക്ക് ഭയങ്കര വിഷമം തോന്നി. കാരണം ആ കാലഘട്ടം, അതിനുശേഷം പിന്നെ കുട്ടിക്ക് വേണ്ടി ചെലവഴിക്കുന്ന സമയം, ഇതെല്ലാം തന്നെ അവളുടെ സ്വപ്നങ്ങൾക്ക് വിഘാതമാണ് എന്ന് തോന്നി വിഷമിച്ചിരിക്കുന്ന സമയത്ത് അച്ഛനോട് ചോദിച്ചു, അച്ഛാ എന്താണ് ഒരു പരിഹാരം, ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടിലാണ്, ഞാൻ അധികം വിഷമത്തിലാണ് എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ക്ലോക്ക് കോമ്പസ് തിയറി. അതായത് നിനക്ക് ഇപ്പോൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ, അതായത് ദൈനംദിന ജീവിതത്തിൽ പ്രസവിക്കുക എന്നുള്ളത് നമുക്ക് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റില്ല. ആ കുട്ടിയെ വളർത്തേണ്ടതുണ്ട്. ആദ്യമായി പ്രാഥമികമായ പരിചരണം നമ്മൾ ചെയ്ത് എഴുതി കൊടുക്കേണ്ടതുണ്ട്. പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആ കുട്ടി സ്വതന്ത്രനാവുന്ന സമയത്ത് ആ കുട്ടിയിൽ നിന്നും വിട്ട് നീ ഈ ലക്ഷ്യം, അതായത് ആന്തരികമായ ദിശാസൂചിയിൽ മുന്നേറുക. കോമ്പസ് നിന്റെ ഉള്ളിൽ ആ ലക്ഷ്യം അണയാതെ കിടക്കണം. അത് എപ്പോഴും നീ അതിനെക്കുറിച്ച് ഓർമ്മിച്ചുകൊണ്ടിരിക്കണം. പക്ഷെ നീ ഇപ്പോൾ ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്, വളരെ പ്രാധാന്യമുള്ളത് നീ ചെയ്യേണ്ടുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് അമ്മ എന്ന നിലയ്ക്ക് മറ്റൊരാൾക്കും കൊടുക്കാൻ പറ്റാത്ത നീ തന്നെ ചെയ്യേണ്ട പ്രവൃത്തിയാണ്. ആ പ്രവൃത്തി ചെയ്യണം എന്ന് പറയുന്നത്. ഇത് നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാവുന്ന കാര്യമാണ്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ലക്ഷ്യമുണ്ട്. പക്ഷെ ഒരു ഗൃഹസ്ഥൻ എന്ന നിലയിൽ, ഇല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യേണ്ടുന്ന പല കടമകളും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എന്ന് മനസ്സിലാക്കുന്ന സമയത്ത് ഈ ക്ലോക്ക് കോമ്പസ് തിയറിയാണ്. കാരണം എന്നെ സംബന്ധിച്ച് എൻ്റെ ലക്ഷ്യം അത് അണയാതെ എല്ലാ ദിവസവും ഞാൻ അതിനെ ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കുകയും there is a season everything under the sun എന്ന് പറഞ്ഞതുപോലെ എല്ലാത്തിനും അതിന്റെ സമയമുണ്ട്. കാരണം ആ സമയത്തിൽ എത്തുന്ന സമയത്ത് നമ്മൾ ആ ഒരു ഇതിലേക്ക് കൂടുതൽ ശക്തിയോടെ, പൂർവാധികം ശക്തിയോടെ നമുക്ക് മുന്നോട്ട് നീങ്ങാൻ സാധിക്കും. ഇത് തന്നെയാണ് ക്ലോക്ക് കോമ്പസ് തിയറി എന്ന് പറയുന്നത്. നമുക്ക് പലർക്കും നമുക്ക് പാഷനുള്ള പല കാര്യങ്ങളും നമ്മൾ ഒഴിവാക്കിയിട്ടായിരിക്കാം നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ പ്രവൃത്തികളെല്ലാം നമ്മൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കതിൽ വിഷമം തോന്നുമെങ്കിലും ഈ പ്രവൃത്തികൾ ഇമ്പോർട്ടൻ്റ് ആണോ? ദാറ്റ്സ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഇമ്പോർട്ടൻറ്റ് ആൻഡ് അർജൻസി. ഇതിൽ വളരെയധികം ഡിസ്കസ് ചെയ്യുന്നത് ഇമ്പോർട്ടൻറ്റ് ആൻഡ് അർജൻസിയും അതേപോലെ ക്വാഡ്രന്റ് 2 ഓർഗനൈസേഷൻ പ്രോസസ്സുമാണ്. ക്വാഡ്രന്റ് 2 ഓർഗനൈസേഷൻ പ്രോസസ് എന്ന് പറയുന്നത് നമ്മളുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ മൂല്യങ്ങളെയും നമ്മൾക്ക് ആ ദിശാബോധം നൽകുന്ന പ്രിൻസിപ്പിൾ സെന്റേഡ് ആയ ലിവിങ്ങിലൂടെയും ആ ലിവിങ്ങിലൂടെ നമുക്ക് കിട്ടുന്ന പവർ ആൻഡ് പീസ്, ആ ഒരു പീസും നമ്മൾ തേടിയിട്ടില്ലെങ്കിൽ നമ്മൾ എംപ്റ്റി വിക്ടറീസ് ആണ് നമ്മൾ നേടുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞു, 2 പാത്ത് പറഞ്ഞു. എവരി വൺ ക്യാൻ ചൂസ് 2 roads in their life, whether young or old, rich or poor, men like 2 roads in their life. One road is broad and well traveled road, that's mediocrity, other one is greatness എന്ന് പറയുന്നു. അതായത് നമുക്ക് മുമ്പിൽ 2 വഴികളുണ്ട്. ഒന്ന് എന്ന് പറയുന്നത് സർഗാത്മകതയുടെ, നമ്മുടെ ആന്തരികമായ പ്രചോദനത്തിൽ നമുക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റുന്ന വഴിയും, രണ്ടാമത്തേതെന്ന് പറയുന്നത് കൾച്ചറൽ സോഫ്റ്റ്വെയർ, നമുക്ക് പരമ്പരാഗതമായി നമുക്ക് കിട്ടിയിരിക്കുന്ന, ഇല്ലെങ്കിൽ നമ്മൾ കണ്ടിരിക്കുന്ന നമ്മുടെ പൊതുബോധത്തിന് അധിഷ്ഠിതമായ ഒരു ജീവിതം നമുക്ക് നയിക്കാം. സാധാരണഗതിയിൽ മലയാളികളുടെ ജീവിതശൈലി നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. സാധാരണ പഠിക്കുക, നന്നായിട്ട് പഠിക്കുക, ഒരു ജോലി വാങ്ങുക, പറ്റുന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് ജോലി വാങ്ങുക, അതിനുശേഷം എന്താണ് ഒരു വീട് പണിയുക, അതിനുശേഷം ഒരു കാർ വാങ്ങുക, അത് മാക്സിമം ലോൺ എടുത്തിട്ടായിരിക്കും വാങ്ങുന്നുണ്ടാവുക. അതിനുശേഷം ഒരു കല്യാണം കഴിക്കുക, കല്യാണം കഴിച്ച് നമ്മുടെ ജീവിതകാലം മുഴുവൻ ലോൺ അടയ്ക്കാനോ ഒക്കെ ആയിട്ടുള്ള ഒരു പെടാപ്പാടുകളിലൂടെ മുന്നോട്ട് പോവുക, ഒരു തരത്തിൽ ജീവിച്ച് തീർത്ത് അവസാനം നമ്മൾ നേടിയ ആസ്തിയെല്ലാം നമുക്ക് സന്തോഷവും സമാധാനവും കൊണ്ടുവരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുമെങ്കിൽ പോലും അവസാന നിമിഷത്തിൽ എപ്പോഴെങ്കിലും ഏകാന്തമായിരിക്കുന്ന സമയത്ത് നമുക്കതൊരു എംപ്റ്റി വിക്ടറി ആയി തോന്നിക്കഴിഞ്ഞാൽ, അതായത് ഒരു മിഡിൽ ഏജ് ഒക്കെ കഴിയുമ്പോഴേക്കും നമുക്ക് എംപ്റ്റി വിക്ടറീസ് ഫീൽ ചെയ്യാൻ തുടങ്ങുക. പലപ്പോഴും അതിന് വേക്കപ്പ് കോൾ എന്നാണ് പറയുന്നത്. വേക്കപ്പ് കോൾ, ഉണർത്തുവിളികൾ.
ഒരുപക്ഷെ മാരകമായ രോഗബാധിതനായി ഇനി ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ യാതൊരു മാർഗവുമില്ല എന്ന് ഡോക്ടർ പറയുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന തിരിച്ചറിവ്, അന്നേരം നന്മ തിന്മയെ നമ്മൾ തിരിച്ചറിയുന്നുണ്ടാവും. ഇല്ലെങ്കിൽ നമ്മൾ ഓടിക്കൊണ്ടേയിരിക്കും, ഓടി 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 നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നമ്മുടെ വിക്ടറി ആ ഒരു സക്സസിന്റെ പുറകെയുള്ള പാച്ചിലാണ്. അതുകൊണ്ടാണ് സ്റ്റീഫൻ കോവെ പറയുന്നത്, ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ സമഗ്രത, ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ സന്തുലിതാവസ്ഥ എന്ന് പറയുന്നത് ഈക്വൽ ചെയ്യുന്ന 4 ഇന്റർസെക്ടറാണ്: living, loving, learning, legacy, how to build a legendary lifestyle. That's most important question for our life. ലിവിങ്, ജീവിക്കാൻ നമുക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണ്? വസ്ത്രം വേണം, ഭക്ഷണം വേണം, പാർപ്പിടം വേണം, സുഖസൗകര്യങ്ങൾ, ഇതെല്ലാം നമുക്ക് വേണം. നമുക്ക് ആരോഗ്യം വേണം. ആരോഗ്യ സിദ്ധാന്തങ്ങളോട് പൊരുത്തപ്പെടുന്ന ജീവിതശൈലി സ്വീകരിക്കുക എന്ന പൊതുതത്വം പോലും മറന്നുകൊണ്ട് നമുക്ക് ശസ്ത്രക്രിയയും ഡോക്ടറുണ്ടല്ലോ, ഇൻഷുറൻസ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശരീരത്തിനെ മാക്സിമം ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഈ ജീവിതക്രമത്തിൽ പല സാധനങ്ങളും നേടി പിടിക്കുവാൻ വേണ്ടിയുള്ള വ്യഗ്രത കാട്ടുമ്പോൾ നമ്മുടെ വിജയത്തിന്റെ അടിസ്ഥാന സൂചികയായി നാം അറിയാതെ തെറ്റിദ്ധരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അത് നമുക്ക് വിജയം കൊണ്ടുവരും എന്നുള്ളതാണ്. പക്ഷെ ലവിങ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുമുള്ള മനുഷ്യന്റെ വ്യഗ്രത അത് ഒരു കാലത്തും അവസാനിക്കുന്നില്ല. നമ്മളെല്ലാവരെയും സ്നേഹിക്കണം, നമ്മൾ സ്നേഹിക്കപ്പെടണം എന്നുള്ള ഒരു ബേസിക് തിയറിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തൂമ്പ പോലെയാണ് പ്രവർത്തിക്കുന്നത്. തൂമ്പയും ഷൗവലും പോലെയുള്ള വ്യത്യാസമുണ്ട്. തൂമ്പ എന്ന് പറഞ്ഞാൽ ഐ വാണ്ട് ഇറ്റ് നൗ, എനിക്കിപ്പം വേണം, ഇങ്ങോട്ട് വേണം, എന്ന് വേണം. അതായത് നമ്മൾ മക്കളെ വളർത്തുന്നത് പോലും നമ്മൾക്ക് വേണ്ടിയാണ്. കാരണം നമ്മളുടെ ഭാവിയിൽ അവർ നമ്മളെ നോക്കുമല്ലോ, നമ്മൾ കല്യാണം കഴിക്കുന്നത് നമുക്ക് വേണ്ടിയാണ്. പക്ഷെ നമ്മൾ ഷവല് പോലെ, അതായത് ഷവൽ എടുത്ത് ഉപയോഗിക്കുമ്പോൾ അത് പുറത്തേക്കാണ് കഴിയുന്ന, തൂമ്പ എപ്പോഴും വലിച്ചു വലിച്ച് നമ്മളിലേക്ക് അടുപ്പിക്കുകയാണ്. അതായത് ഈ 7 ഹാബിറ്റ്സിൽ പറയുന്ന ഐയിൽ നിന്നും, അതായത് യുവിൽ നിന്നും ഐയിലേക്കും ഐയിൽ നിന്നും വിയിലേക്കും പോകുന്നു. ദ പവർ ഓഫ് ഇന്റർഡിപെൻഡൻസി എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നമ്മൾ, അതായത് സ്വീകർത്താവിൽ നിന്നും ദാതാവായി മാറണം, കൊടുക്കുന്നയാളായി മാറണം. അതായത് നമ്മൾ സർവീസ് ഇൻ മൈൻഡ്, മണി വിൽ ബിക്കം യു വാണ്ട് ടു ബി ഏബിൾ ടു കൗണ്ട് എന്ന് പറയാം. അതായത് പണം വരും, പക്ഷെ പണത്തിന് വേണ്ടിയല്ല, പണം നമ്മളെ ഫോളോ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക്, പണം നമ്മളെ ചേസ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകുന്ന അവസ്ഥ. അതായത് നമ്മൾ മറ്റൊരു തരത്തിൽ നമ്മളുടെ ആറ്റിറ്റ്യൂഡിനെ, നമ്മുടെ മനോഭാവത്തിനെ നമ്മൾ മാറ്റണം എന്നാണ് സ്റ്റീഫൻ കോവ പറയുന്നത്. അതിന് പറയുന്നത് ഈ 4 കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. മൂന്നാമത് ഇന്റലക്ച്വൽ മീൻസ് ലിവിങ്, ലവിങ്, ലേണിംഗ്, പഠനം, നിരന്തരമായ പഠനം. കാരണം മാറുന്ന ലോകക്രമത്തിൽ ലോകത്താകമാനം സമഗ്രമായ വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വ്യത്യാസം വന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് നിരന്തരമായി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ നമ്മൾ കാലഹരണപ്പെട്ടു പോകും. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലാസ്റ്റ് പോയിന്റ് ആണ് ഇതില് സ്റ്റീഫൻ കോവെ പറയുന്ന ലെഗസി. ലെഗസി മീൻസ് ദാറ്റ്സ് എ സ്പിരിച്വൽ നീഡ്. നമ്മൾക്ക് മനസ്സിന് സമാധാനം തരുന്നത് എന്ത്? അതായത് മഹാനായ മനഃശാസ്ത്രജ്ഞൻ എബ്രഹാം മാസ്ലോ പോലും അദ്ദേഹത്തിന്റെ ജീവിതാന്ത്യത്തിൽ തന്റെ പിൻഗാമികൾക്ക് വേണ്ടി എന്താണ് അവശേഷിപ്പിച്ചത് എന്നാണ് അദ്ദേഹം ചിന്തിച്ചത്. അതായത് നിങ്ങളിൽ എത്ര പേർ, അടുത്ത ചോദ്യമാണ്, നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാൻ കഴിയണം. ബിഗിൻ വിത്ത് ദ എൻഡ് ഇൻ മൈൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡെത്തിനെ, അതായത് ആസന്നമായ മരണത്തെ, അതിനെ നമുക്ക് വിഷ്വലൈസ് ചെയ്യണം. വിഷ്വലൈസ് ചെയ്തിട്ട് ആ സമയത്ത് നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്? പലപ്പോഴും നമുക്ക് റിയൽ ലൈഫിൽ വരുമ്പോൾ മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ സ്റ്റീഫൻ കോവെ പറയുന്നു, നിങ്ങൾ ഇപ്പോൾ ചെയ്യൂ. നിങ്ങൾക്ക് ഒരു ഹാർട്ട് അറ്റാക്ക് വന്നു എന്ന് വിചാരിക്കൂ, 6 മാസം കൂടിയേ നിങ്ങൾ ജീവിക്കുമെന്ന് വിചാരിക്കൂ, നിങ്ങളുടെ മനോഭാവം എന്താവും? വാട്ട് വൺ തിങ് കുഡ് യു ഡു are in doing now? What a tremendous and huge achievement in your life. What one thing could you do? അത് വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് നമ്മൾ ഏകാന്തമായിരുന്ന് ആഴ്ചകളിൽ ഒരു ദിവസം ധ്യാനം പരിശീലിക്കുന്നത് പോലെ തന്നെ സ്വയം അറിയേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണോ നമ്മളിപ്പോ സമയം ചെലവഴിക്കുന്നത്? നമ്മൾ കൂടുതൽ ഓടി കൂടുതൽ സമയം ചെലവഴിച്ചുകൊണ്ട് നമ്മൾ നേടുന്ന വിജയങ്ങളെല്ലാം നമുക്ക് മനസ്സമാധാനം കൊണ്ടുവരുമോ എന്ന ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതാണ് ദ പവർ ആൻഡ് പീസ് ഓഫ് പ്രിൻസിപ്പിൾസ് ഇൻ ലിവിംഗ് എന്ന് പറയുന്നത്. ഇതിൽ പ്രിൻസിപ്പിൾസ് എൻ്റെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രിൻസിപ്പിൾസ്, വാല്യൂസ് ആൻഡ് എത്തിക്സ്, അതിന്റെ ഡിഫറൻസ് നമുക്ക് മനസ്സിലാവണം. കാരണം പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ അടിസ്ഥാന തത്വ സംഹിതയാണ്. അതായത് യൂണിറ്റി, ഇന്റഗ്രിറ്റി, ടെമ്പറൻസി, കറേജ്, ജസ്റ്റിസ്, പേഷ്യൻസ്, ഇന്റൻസിറ്റി, മോഡേണിറ്റി ആൻഡ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻസ് ഓട്ടോബയോഗ്രഫീസ് റെപ്രസെന്റേറ്റീവ് ദാറ്റ് ടൈപ്സ് ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. അതായത് ദയ, കാരുണ്യം, നീതി, ത്യാഗം, ഇതൊക്കെ പണ്ട് നമ്മൾ പഠിക്കുകയായിരുന്നു. പണ്ട് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം 4th ജനറേഷന്റെ 1ാം തലമുറ, 2ാം തലമുറ, 3ാം തലമുറ, 4ാം തലമുറ ആൻഡ് ക്വാഡ്രന്റ് 2 ഓർഗനൈസേഷൻ പ്രോസസ് എന്ന് പറഞ്ഞ് വ്യക്തമായി
അത് രേഖപ്പെടുത്തിയിരിക്കുന്നു. നമ്പർ 1 എന്ന് പറയുന്നത് ആൻഡ് ഗാദർ ഏജ് ആൻഡ് അഗ്രികൾച്ചർ ഏജ്, ഇൻഡസ്ട്രിയൽ ഏജ്, ഇൻഫർമേഷൻ ഏജ്, ഈ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന വിസ്ഡം ഏജ്. ഈ വിസ്ഡം ഏജിലേക്ക് ഈ ആദ്യത്തെ 2 തലമുറകൾ, അതായത് ഹണ്ടേഴ്സ് ആൻഡ് ഗാദർ ഏജിലും അഗ്രികൾച്ചർ ഏജിലും ഒരു സമഭാവനയോടെ സഹജീവികളോട് കാരുണ്യം കാണിക്കുന്ന ഒരു ഒഴുക്കിനൊത്തം നീങ്ങുന്ന ഒരു തലമുറയായിരുന്നു ഉണ്ടായിരുന്നത്. സാർ, ശബ്ദം ഡിസ്റ്റർബൻസ് ആവുന്നുണ്ട് അല്ലേ? ഔട്ട്സൈഡിൽ നിന്ന് ശബ്ദം വരുന്നുണ്ട് സാറേ. ഇല്ല, കുഴപ്പമില്ല, ഓക്കെ. ഓക്കെ. ഒന്നാം തലമുറയുടെ ശക്തിയും ദൗർബല്യവും എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. നമുക്കറിയാം, ഒരു ഫസ്റ്റ് ജനറേഷൻ, അതായത് നമ്മളിൽ പലരും, ഇപ്പോൾ ഇവിടെയുള്ളവരെല്ലാം ഒരു 40 വയസ്സിന് മുകളിൽ പ്രായം ഞാൻ കണക്കാക്കുകയാണെങ്കിൽ, നമ്മൾ ജനിച്ചതും വളർന്നതും ഇൻഡസ്ട്രിയൽ ഏജിലും നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇൻഫർമേഷൻ ആൻഡ് വിസ്ഡം ഏജിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. കാരണം അത്രമാത്രം മാറ്റം, ലോകത്താകമാനം സമഗ്രമായ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ലോകത്ത് വരാൻ പോകുന്ന ഏറ്റവും വലിയ മാറ്റമായി കണക്കാക്കപ്പെടുന്നത് ഒരു ലോകത്തുള്ള എല്ലാ മനസാക്ഷികളുടെയും സമുന്നയമാണ്. അതായത് ഈ മനസാക്ഷി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന്റെ സാക്ഷിഭാവം മാത്രമല്ല, നമ്മുടെ ആ ഒരു പ്രിൻസിപ്പിൾ സെന്റേഡ് ലിവിങ്ങിലൂടെ നമുക്ക് കിട്ടുന്ന, അല്ലെങ്കിൽ ആ തത്വ കേന്ദ്രീകൃത ജീവിതം സ്വായത്തമാക്കുന്നവർക്ക് മാത്രമാണ് മനസാക്ഷിയുള്ളവർ എന്ന് നമ്മൾ പറയുന്നത്. അതായത് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്, വാല്യൂസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്താണോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുത്തിരിക്കുന്ന ചില മൂല്യങ്ങൾ, അതായത് ഒരു ഭൂപടം നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ ആ ഭൂപടത്തിനെ നമുക്ക് വാല്യൂസ് ആയിട്ട് കണക്കാക്കാം, അല്ലെങ്കിൽ അതിനെ കോർ ബിലീഫ് എന്നോ പാരഡൈംസ് എന്നോ എന്ത് വേണമെങ്കിലും വിശേഷിപ്പിക്കാം. പല പേരുകളിൽ അറിയപ്പെടുന്നെങ്കിലും അതൊന്നും തന്നെയാണ്. അതിനപ്പുറത്തേക്ക് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് എവർലാസ്റ്റിംഗ് ആണ്, സെൽഫ് എവിഡന്റ് ആണ്, അത് ഒരു കാലത്തും നഷ്ടപ്പെടാത്തതാണ്. കാരണം സത്യസന്ധത എന്ന് പറയുന്ന ഒരു ബേസിക് പ്രിൻസിപ്പിൾ ആണ്. ദീനാനുകമ്പ, ത്യാഗം, ത്യജിക്കുക, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന ത്യാഗം ചെയ്യുന്ന ഒരുപാട് പേരെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ അത്തരം പ്രിൻസിപ്പിൾസ് എല്ലാം കൈമോശം വന്നിരിക്കുകയാണ്. ഇന്നിപ്പോൾ നമുക്ക് വേണ്ടി നമ്മളെ സ്നേഹിച്ച് നമ്മൾ അണുകുടുംബ സമ്പ്രദായത്തിലേക്ക് മാറി നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നേടുന്ന ഒരുപാട് വസ്തുവകകൾ നമ്മൾ സമാധാനം കൊണ്ടെത്തി തരും എന്ന് നമ്മൾ വിചാരിക്കുന്നുവെങ്കിൽ അതൊരിക്കലും നിലനിൽക്കുന്നതല്ല. നമ്മൾ നിലനിൽക്കുന്നത് നമ്മുടെ ജീവിതക്രമത്തിൽ നമ്മൾ എത്ര മൂല്യാവബോധത്തിൽ ഇന്നയാളുടെ മകനായി ജീവിച്ചിരുന്നു, ഇന്നയാൾ നമ്മുടെ മരണശേഷം നമ്മൾ ഈ ഭൂമിയിൽ അവശേഷിപ്പിച്ചിട്ട് പോകുന്ന ധാർമ്മിക മൂല്യങ്ങളെ ആണ് ശരിക്കും പ്രിൻസിപ്പിൾ സെന്റേഡ് ലിവിങ് എന്ന് പറയുന്നത്. ഇത് ശരിക്കും ഒരു ജീവിതചര്യയാണ്. സാധാരണഗതിയിൽ കഴിഞ്ഞ ദിവസം ഒരു സാറ് ചോദിച്ചു, ഇതൊക്കെ പറയാൻ വളരെ എളുപ്പമാണല്ലോ, പക്ഷെ സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റുമോ എന്ന്. എനിക്ക് തോന്നുന്നു വിചാരബന്ധു സാർ ഇവിടെ ഉണ്ടെങ്കിൽ സാർ എപ്പോഴും പറയാറുണ്ട്, നടന്നു പോകുന്ന സമയത്ത് ഒരു മുള്ള് കിടക്കുന്ന കാണുമ്പോൾ നിങ്ങൾ കുനിഞ്ഞ മുള്ളെടുത്ത് മാറ്റി വേറൊരാളുടെ കാലിൽ കൊള്ളലെടുത്തല്ലോ എന്ന് വിചാരിച്ച് നടന്നാൽ പോലും അത് പ്രിൻസിപ്പിൾ സെന്റേഡ് ലിവിങ് ആണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഈ ജീവിതം മറ്റൊരാൾക്ക് വേദനിപ്പിക്കാത്ത രീതിയിൽ, മറ്റുള്ളവരോട് നല്ല രീതിയിൽ കരുണയും ആർദ്രതയും, ഇതൊക്കെ, അതായത് ആ ഒരു മഹത്തായ മൂല്യം എന്ന് നമ്മൾ പറയുന്നത് ശരിക്കും പ്രിൻസിപ്പിളാണ്. മൂല്യം, വാല്യൂസ് എന്ന് പറയുന്നത് അതിന് വാല്യൂ ഉണ്ട്. വാല്യൂസ് അതായത് ഇപ്പം ആ ഒരു 5.5 അടി ഹൈറ്റ് ഉള്ള ഒരാളോട് ഒരു 6 അടിക്കാരൻ പറയുകയാണ്, നിനക്ക് എന്നേക്കാൾ ഹൈറ്റ് കുറവാണ് എന്ന് പറയുന്നു. അതേസമയത്ത് 5 അടിയുള്ള ആൾക്ക് അദ്ദേഹം ഹൈറ്റ് കൂടുതലുള്ള ആളാണ്. അത് രണ്ടും വാല്യൂസ് ആണ്. രണ്ടുപേരുടെയും ശരിയാണ്, അവരുടെ വീക്ഷണകോണാണ്, പെർസെപ്ഷൻ ആണ്. പക്ഷെ യഥാർത്ഥത്തിലുള്ള ശരി എന്ന് പറയുന്നത് അയാൾക്ക് 5.5 അടി എന്നുള്ളതാണ്. അതാണ് ട്രൂ നോട്ട് പ്രിൻസിപ്പിൾസ് എന്നൊക്കെ പറയുന്നത് പോലെ. എങ്ങനെയാണോ കാന്തം അത് ഈ ഒരേ വടക്കേതോട്ട് തിരിഞ്ഞു നിൽക്കുന്നത് പോലെ പ്രിൻസിപ്പിൾസ് എല്ലായ്പ്പോഴും ഒരേ രീതിയിലാണ്. നാച്ചുറൽ ലോസ് ആൻഡ് പ്രിൻസിപ്പിൾസ്, ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹം അതിൽ പ്രിൻസിപ്പിൾസിനെയും വാല്യൂസിനെയും കുറിച്ച് വളരെ വ്യക്തമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. പ്രിൻസിപ്പിൾസ് ആൻഡ് ലിവിങ് എങ്ങനെയാണ് സമാധാനം കൊണ്ടുവരുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മളുടെ ആദ്യത്തെ 1-2 ശീലങ്ങളായ, അതായത് ആത്മാവബോധം, അവബോധം, നമ്മൾ ആരെയെന്ന് നമ്മൾ തിരിച്ചറിയുകയും നമ്മൾക്ക് എവിടേക്ക് പോകണമെന്ന് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കി അതിനുള്ള ആക്ഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പുസ്തകത്തിലൂടെ കംപ്ലീറ്റ്. ഫസ്റ്റ് വരുന്ന ക്ലോക്കും കോമ്പസും ആണ്. രണ്ടാമത് വരുന്ന ദ മെയിൻ തിങ് ഈസ് കീപ് ദ മെയിൻ തിങ് ഈസ് ദ മെയിൻ തിങ്. ദ മെയിൻ തിങ് ഈസ് ദ മെയിൻ തിങ് ഈസ് ദ കീപ് ദ മെയിൻ തിങ് ഈസ് ദ മെയിൻ തിങ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രധാനപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കുന്നത് കീപ്പ് ചെയ്യുന്നതിനെയാണ് പ്രധാന കാര്യം. പ്രധാനപ്പെട്ട കാര്യം പ്രാധാന്യമുള്ളതാണെന്ന് മനസ്സിലാക്കി പ്രാധാന്യമാക്കുന്നതാണ്
പ്രധാനം. അപ്പോ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമുള്ള കാര്യം എന്താണ് എന്ന് ചോദിക്കുന്നത്, അത് കണ്ടെത്തേണ്ടത് നമ്മൾ തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്? പലപ്പോഴും ഈ ക്വാഡ്രന്റ് 2 ഓർഗനൈസേഷൻ പ്രോസസ്സിലേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാം, നമുക്ക് വളരെ അർജൻസി എഡിഷൻ ഉണ്ട് പലപ്പോഴും. പ്രധാനമായിട്ടും ഇപ്പം ഒരു ബാങ്കിൽ നിന്ന് ഞാൻ ലോൺ എടുത്തു, ആ ലോൺ അടയ്ക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതിനുവേണ്ടി ഞാൻ പ്രത്യേകിച്ച് പണിയൊന്നും എടുക്കുന്നില്ല, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. പക്ഷെ ലോൺ അടക്കുന്ന ഡേറ്റ് ആകുമ്പോഴത്തേക്ക് ഞാൻ ആകെ ടെൻഷൻ അടിക്കുന്നു, അത് അർജന്റായി മാറി. അപ്പോ ഈ അർജൻസി അഡീഷനിൽ എനിക്ക് രാവിലെ ഒരു 1.5 മണിക്കൂർ നടന്നു കഴിഞ്ഞാൽ എന്റെ ഹൃദയത്തിന് നല്ലതാണെന്ന് എനിക്കറിയാം, വ്യായാമം ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്ന് എനിക്കറിയാം. പക്ഷെ എനിക്കതിന് സമയമില്ല. ഞാൻ എപ്പോഴും അത് മാറ്റി വെക്കുകയാണ്. അത് പ്രാധാന്യമുള്ളതാണ്, പക്ഷെ ഇമ്പോർട്ടന്റ് അല്ല. പക്ഷെ കുറെ കഴിയുമ്പോഴത്തേക്കും അതൊക്കെ എനിക്ക് അർജൻസി ആയി മാറും. കാരണം പെട്ടെന്നായിരുന്നു നെഞ്ചുവേദന വരുന്നത്, ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു. അപ്പൊ ഡോക്ടർ പറയുന്നുണ്ട്, അതായത് നിങ്ങളുടെ ഹാർട്ടിൽ കുറെ കാലമായിട്ട് കൊഴുപ്പ് അടിഞ്ഞു കൂടിയിട്ടാണോ. ഒരു സുപ്രഭാതത്തിൽ സംഭവിച്ച കാര്യമല്ല അത്. പക്ഷെ എന്റെ പ്രാധാന്യം അതായിരുന്നില്ല, അത് അർജന്റായി മാറുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ 4 ക്വാഡ്രന്റുകളിൽ വരുന്നതിൽ ഒന്ന് പ്രധാനപ്പെട്ടതുണ്ട്, പിന്നെ നമുക്ക് അർജന്റ് ഉണ്ട്, ഇപ്പോൾ തന്നെ ചെയ്യേണ്ടതുണ്ട്, പിന്നെ അപ്രധാനമാണ് പക്ഷെ പ്രധാനമല്ല, അർജന്റ് അല്ല. പ്രധാനമാണ്, അർജന്റ് അല്ല. ലാസ്റ്റ് വരുന്നത് എന്ന് പറയുന്നത് ഒട്ടും പ്രധാനമല്ലാത്ത കാര്യം. അതായത് നമ്മൾ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഫോണൊക്കെ എടുത്ത് നമ്മൾ ഫോണിൽ കുറെ റീൽസ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രധാനമാണെന്ന് വെച്ചാൽ ഒട്ടും പ്രധാനമല്ല. പലപ്പോഴും നമ്മൾ ഈ അർജൻസിയിൽ നിന്നും നമ്മൾ നേരെ പോയിട്ട് ഈ ഏറ്റവും അപ്രധാനമായ കാര്യങ്ങളിലാണ് കൂടുതൽ സമയം പിടിക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ പെട്ടെന്ന് ഒരാൾ വന്നു, ഒരു സുഹൃത്തുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മീറ്റിംഗ് ആണ്. ആ സമയത്താണ് നിങ്ങളുടെ ഫോൺ ബെല്ലടിക്കുന്നത്, അത് അർജന്റ് ആണ്. കാരണം ആ ഫോൺ നമുക്ക് എടുക്കണം ആ സമയത്ത്, ആ സുഹൃത്തിനും അറിയാതെ. പക്ഷെ നമ്മളെപ്പോഴും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെ ഒരു അർജൻസി അഡീഷനിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ അതെല്ലാം അർജന്റ് ആക്കും. അപ്പം കീപ് ദ മെയിൻ തിങ് ഈസ് ദ മെയിൻ തിങ് ഈസ് ദ മെയിൻ തിങ്. നിങ്ങളുടെ ജീവിതത്തിൽ സുപ്രധാനമുള്ള കാര്യം എന്ന് പറയുന്നത് കാറ്റഗറൈസ് ചെയ്യുക. അത് ഓരോന്നും ഒരു ബി എ പേഴ്സൺ, നിങ്ങൾ പേഴ്സൺ എന്നുള്ള രീതിയിൽ, നിങ്ങൾ ഓർഗനൈസേഷൻ എന്നുള്ള രീതിയിൽ, അതുപോലെ തന്നെ നിങ്ങളൊരു കുടുംബം, നമ്മുടെ റോളുകൾ ഐഡന്റിഫൈ ചെയ്യുക വളരെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. ഏതൊക്കെ റോളുകളാണ് നിങ്ങളിപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്, ആ റോളുകൾ എങ്ങനെയാണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അതായത് നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് പെട്ടെന്ന് നിങ്ങളുടെ തൊഴിലാളി, അതായത് നിങ്ങളുടെ ജോലി ചെയ്യുന്ന ആൾ കൂടി വന്ന് എന്റെ കൊച്ചിന് സുഖമില്ല എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മീറ്റിംഗ് ഉണ്ട് പോകുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ ആ സമയത്ത് നമുക്ക് ഒരുപക്ഷെ നമ്മൾ മറ്റൊരാളെ ഏൽപ്പിച്ചുകൊണ്ട് ഡെലിഗേറ്റ് ചെയ്തിട്ട് നമുക്ക് പോവാം. പക്ഷെ അവിടെ എത്തി കഴിഞ്ഞ് ആ ഒരു റിസൾട്ട്, മോശമായ റിസൾട്ടാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നതെങ്കിൽ നമ്മുടെ ഉള്ളിൽ തോന്നുന്ന ഒരു തേങ്ങൽ, അതിനെയാണ് അദ്ദേഹം ഈ തലമുറ മാറ്റത്തിൽ നമുക്ക് വരുത്തേണ്ട മാറ്റങ്ങളെ കുറിച്ച് വ്യക്തമായി പ്രതിപാദിക്കുന്നത്. ഒന്നാം തലമുറ എന്ന് പറയുന്നത് ഹണ്ടേഴ്സ് ആൻഡ് ഗാദറേജിലും അഗ്രികൾച്ചർ ഏജിലും ഉള്ള ആളുകളെല്ലാം തന്നെ ഒഴുക്കിനൊപ്പം നീന്തുന്നവരായിരുന്നു, ഗോ വിത്ത് ദ ഫ്ലോ. അതായത് അവരെ സംബന്ധിച്ച് രാവിലെ എല്ലാ കാര്യങ്ങളിലും എൻജോയ് ചെയ്ത് വലിയ ടെൻഷനൊന്നും ഇല്ലാതെ രാവിലെ പണിക്ക് പോവുകയാണെങ്കിൽ ആ പണിക്ക് പോയി, അവിടെ പോയി ആളുടെ കല്യാണം ഉണ്ടെന്നുണ്ട് കല്യാണത്തിന് പോയി. മിക്കവാറും അത്തരം ആളുകൾ ഇപ്പോഴും ഉണ്ട്. കാരണം അവർ പ്രത്യേകിച്ച് പ്രാധാന്യമൊന്നും ജീവിതത്തിന് കൊടുക്കുന്നില്ല. അവർ അന്നേരം ചെയ്യുന്ന കാര്യങ്ങളെ അപ്പപ്പ ചെയ്യേണ്ട കാര്യങ്ങളാണ് പ്രാധാന്യം കൊടുത്തിരുന്നത്. അതിലെന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും അത് അവഗണിക്കപ്പെട്ടു പോകുന്നുണ്ട്. അതിനുശേഷം അടുത്ത തലമുറ ഇൻഡസ്ട്രിയൽ ഏജിലെ വന്ന സമയത്ത് തുലനം ചെയ്യൽ അഥവാ കാറ്റഗറൈസേഷൻ നിലവിൽ വന്നു. അതായത് അന്ന് പണ്ടുണ്ടായിരുന്ന ഒരു വി ഫീലിംഗിൽ നിന്നും ഒരു എംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് മാറി. എംപ്ലോയി വരുന്ന സമയത്ത് ബോസ് വന്നു, അതിന് താഴെ ആൾ വന്നു, അതിന് താഴെ വന്നു. അപ്പൊ ഒരു കാറ്റഗറൈസേഷൻ വന്നു. ബ്രിട്ടീഷ് അധിനിവേശത്തോട് ബ്രിട്ടീഷുകാർ വന്ന സമയത്തൊക്കെ കൂടി നമ്മൾ ഈ ഒരു കാറ്റഗറൈസേഷനിൽ നിലനിൽക്കുന്ന സമയത്ത് ഷെഡ്യൂളുകൾക്കും അപ്പോയിന്റ്മെന്റുകൾക്കുമായിരുന്നു കൂടുതൽ പ്രാധാന്യം. അതായത് നമ്മൾ നേരത്തെ നിശ്ചയിക്കും, അത് കറക്റ്റായിട്ട് പാലിക്കും, ടൈം കറക്റ്റ് ചെയ്യും, ടൈം മാനേജ്മെന്റ് ചെയ്യും, പിന്നെ ടു ഡു ലിസ്റ്റുകളൊക്കെ പ്രിപ്പയർ ചെയ്യും. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ യഥാർത്ഥത്തിൽ ഈ ധാർമ്മിക മൂല്യങ്ങൾ നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരു അഡ്ജസ്റ്റ് ചെയ്തു പോകുമായിരുന്നു. അതിനുശേഷം നമ്മൾ കുട്ടികളെ കുതിരകളെ പോലെ വളർത്തി. അതായത് കുതിരകളുടെ ഫ്രണ്ടിൽ 2 സൈഡിലും നമ്മളിങ്ങനെ ഒരു ഇത് വെച്ചിട്ട് ഒരു ദിശയിലേക്ക് പോകുന്നത് പോലെ ഗോൾ സെറ്റ് ചെയ്യാൻ പഠിപ്പിച്ചു, അച്ചീവ്മെന്റിനെ കുറിച്ച് പഠിപ്പിച്ചു, നിങ്ങൾ വിജയിക്കേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിച്ചു. പക്ഷെ പരാജയത്തെ കുറിച്ച് അവർക്ക് അറിയില്ലായിരുന്നു. പരാജയത്തെ കുറിച്ച് അറിയാത്ത ഒരു തലമുറ വൈകാരിക തലത്തിലുള്ള മെച്യൂരിറ്റി ഇല്ലാതെ അവർ പല ജോലികളിൽ പ്രവേശിക്കുന്നു, പല ബന്ധങ്ങളിലും വരുന്നു. അതായത് ഇമോഷണൽ ലിറ്ററസി എന്ന് പറയുന്നതിന്റെ അഭാവം അവിടെ വരുന്നു. അതായത് എന്നെ സ്നേഹിക്കൂ എന്ന് മാത്രമേ അവരെ പഠിപ്പിച്ചുള്ളൂ. മറ്റുള്ളവരെ എങ്ങനെ സ്നേഹിക്കണമെന്നോ ത്യാഗമെന്നുണ്ടെന്നോ ദയയും ദീനാനുകമ്പയും കാരുണ്യവും ഒക്കെ ഉണ്ട് എന്ന ധാർമ്മിക മൂല്യങ്ങൾ അവരെ നമ്മൾ പഠിപ്പിച്ചില്ല. അതായത് മറ്റേ തലമുറ പഠിപ്പിക്കുമായിരുന്നു, ഈശ്വരന്റെ പേരിലാണെങ്കിലും. അതായത് വൈകുന്നേരം കുരിശ് വരയ്ക്കാനാകുമ്പോഴത്തേക്കും വീട്ടിലെത്തണം എന്ന്
ഒരമ്മ പറഞ്ഞു കൊടുക്കും. തവിക്കണ കൊണ്ട് കുട്ടികളെ നിയന്ത്രിച്ച അമ്മമാരിൽ നിന്നും ഇന്ന് ഒരു കുട്ടി എടുക്കുന്ന ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗിൽ പോലും അമ്മയും അച്ഛനും തകർന്ന അവസ്ഥയാണ്. പണ്ടുണ്ടായിരുന്നവർക്ക് ഇന്റഗ്രിറ്റി ഉണ്ടായിരുന്നു. ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ തോമാച്ചനും മാത്തച്ഛനും കുര്യാച്ചനും ഒക്കെ വയലിലേക്ക് കളിക്കാൻ പോകുമ്പോൾ കയറി വാടാ മക്കളെ എന്ന് അമ്മ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞാൽ ആ തവിക്കണ എടുത്ത് ഇങ്ങനെ കാണിക്കും. വരുന്നോ, ഇല്ലെങ്കിൽ വരാത്തവന് ചോറില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ ഒരുത്തൻ അവിടെ പട്ടിണി കിടക്കും. അവൻ കരഞ്ഞും തിരിഞ്ഞും മറിഞ്ഞും മെഴുകിയൊക്കെ നോക്കും, പക്ഷെ പറ്റില്ല. അമ്മ പറഞ്ഞതാ. അപ്പന്റെ അടുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അപ്പൻ അതിൽ ഇടപെടാതെ ഒരു പാട്ടൊക്കെ പാടിയിരിക്കുന്ന അപ്പന്മാരുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ നിന്നും, അതായത് കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് അമ്മയുടെ നിശ്ചയദാർഢ്യവും, അമ്മ തവിക്കണ കൊണ്ട് ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ അത് പറഞ്ഞാൽ പറഞ്ഞതാണ് എന്നുള്ള ആർജവവും നഷ്ടപ്പെട്ട് അമ്മയോട് 2 തവണ കരഞ്ഞു കഴിഞ്ഞാൽ മൊബൈലൊക്കെ എടുത്തു കൊടുത്ത് പിള്ളേരെ സന്തോഷിപ്പിക്കുന്ന അമ്മമാരും, അതിനനുസരിച്ച് കുട്ടികൾ അവരുടെ ആ ഒരു ഈ തൂമ്പ സ്വഭാവത്തിൽ കൂടുതൽ വന്നു. പണ്ട് ഷവ്വലായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. മൂത്തവനോട് കൊടുത്തിട്ടില്ലെങ്കിൽ അപ്പൻ 2 കൊടുത്തില്ല, അവനെ കൊടുക്കടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും ഇന്ന് സെപ്പറേറ്റ് ചെയ്ത് കാറ്റഗറൈസ് ചെയ്ത് കുട്ടികളെ ഒരു ലക്ഷ്യബോധത്തിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് നഷ്ടപ്പെടുന്നത് ഈ പ്രിൻസിപ്പിൾസ് ആണ്. മതങ്ങളും ബുദ്ധമതവും ജൈനമതവും ക്രിസ്ത്യൻ മതവും ഇസ്ലാം മതവും എല്ലാം പഠിപ്പിക്കുന്ന അടിസ്ഥാനപരമായ മനുഷ്യത്വത്തെ മനസ്സിലാക്കുന്ന, മനുഷ്യരെ മനസ്സിലാക്കുന്ന ആ മാനവികത എന്ന് പറയുന്നത് മൂല്യബോധം നഷ്ടപ്പെട്ട് ഞാൻ എൻ്റെ ഇതിലേക്ക് ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന, വഴിയിൽ യാത്രയിൽ പോകുമ്പോൾ ചുറ്റുപാടുകളൊന്നും അറിയാതെ തൊട്ടടുത്തിരിക്കുന്ന ആളുകളെ പോലും അറിയാതെ മൊബൈൽ ഫോണിന്റെ ഉള്ളിലേക്ക് നൂറുന്ന പുതിയൊരു ലോകം സൃഷ്ടിക്കുന്ന പുതിയൊരു ലോകക്രമത്തിൽ എന്ത് നഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചാൽ നമുക്ക് യഥാർത്ഥത്തിൽ നഷ്ടപ്പെട്ടത് ധാർമ്മികതയാണ്. പ്രിൻസിപ്പിൾസ് ആൻഡ് ലിവിങ് തരുന്ന ഒരു പീസാണ്. ദ പവർ ആൻഡ് പീസ് ഓഫ് പ്രിൻസിപ്പിൾസ് ആൻഡ് ലിവിങ്. ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ടും അതിൽ പ്രതിപാദിക്കുന്നുണ്ട്. പിന്നെ ദ മിഷൻ, അതായത് നമ്മുടെ വിഷനിന് അനുസരിച്ച് മിഷൻ സെറ്റ് ചെയ്യുന്നത്, അതെങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് അതിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഇതില് ലിവിങ് ലവിങ് ലേണിംഗ് ലെഗസി എന്ന് പറയുന്നതിൽ അടിസ്ഥാനപരമായിട്ട് ദ പവർ ആൻഡ് പീസ് ഓഫ് പ്രിൻസിപ്പിൾസ് ആൻഡ് ലിവിങ് ആണ് ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രതിപാദിക്കുന്നത്. കാരണം നമ്മളെ സംബന്ധിച്ച് ധാർമ്മിക മൂല്യങ്ങളിൽ അധിഷ്ഠിതമായി, അതായത് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും നമുക്ക് അങ്ങനെ ഒരു മോണിറ്റൈസ് ചെയ്യുന്ന, നമ്മുടെ ഉള്ളിൽ തന്നെ ഇരുന്ന് ഞാൻ ചെയ്യുന്നത് തെറ്റോ ശരിയോ എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന, അതായത് നമ്മുടെ കുട്ടികളെ അടക്കം പരിശീലിപ്പിക്കേണ്ടതുണ്ട്. തൊട്ടടുത്ത വഴിയിലൂടെ കടന്നു പോകുമ്പോൾ തൻ്റെ പെങ്ങളെ പ്രായമുള്ള ഒരു കുട്ടി നടന്നു വരുന്ന സമയത്ത് അത് പെണ്ണാണെന്നും ഞാൻ ആണാണെന്നും എന്നുള്ളതിനേക്കാൾ കൂടുതൽ തൻ്റെ പെങ്ങളെ അതിൽ കാണാൻ കഴിയുന്നത്ര ഒരു ധാർമ്മികതയിലൂടെ കുട്ടികളെ വളർത്തിക്കഴിഞ്ഞാൽ അവന്റെ ഉള്ളിലുള്ള മനസാക്ഷി മന്ത്രിക്കണം എന്താണ് ചെയ്യേണ്ടത് എന്ന്. ഒരു കാര്യമുണ്ട്, ലോകത്തിൽ ഇന്ന് വരെ നമ്മൾ ചെയ്യുന്ന തെറ്റ് നമ്മളെ ഒരിക്കലും സന്തോഷിപ്പിച്ചിട്ടില്ല, അതൊരിക്കലും നമുക്ക് സമാധാനം കൊണ്ടുവന്നിട്ടില്ല. ദ പവർ ആൻഡ് പീസ് ഓഫ് പ്രിൻസിപ്പിൾസ് ആൻഡ് ലിവിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ സെൽഫ് അവെയർനെസ്, ഇമാജിനേഷൻസ് ആൻഡ് ഇൻഡിപെൻഡന്റ് വിൽ ആൻഡ് കോൺഷ്യസ്നസ്. അതിൽ മൂന്നാമത്തത് വളരെ ഉദ്ദേശമുണ്ട്, സർഗ ഭാവനയെ ഉത്തേജിപ്പിക്കുക. നമ്മളിപ്പോൾ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്ന സമയത്ത് നമ്മൾക്ക് നഷ്ടപ്പെടുന്നത് ഭാവനയാണ്. ഭാവന എന്ന് പറയുന്നതും ദൃശ്യവൽക്കരണവും രണ്ടാണ്. ഒരു തിരക്കഥാകൃത്തിന്റെ ഭാവനയിൽ വിരിയുന്ന കാര്യങ്ങളെ ദൃശ്യവൽക്കരിക്കുന്ന പ്രവൃത്തിയാണ് ഒരു സംവിധായകൻ ചെയ്യുന്നത്. അതുപോലെ നമ്മൾക്ക് ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നത്, നമ്മുടെ കുട്ടികൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്, ഒരു പഴയകാല പുസ്തകങ്ങളൊക്കെ വായിച്ച് അതിലൂടെ ഭാവനയിലൂടെ സങ്കല്പങ്ങൾ രചിച്ചിരുന്ന ഒരു തലമുറ ഇന്ന് എല്ലാം വിഷ്വലുകളെ മാത്രം കാണുന്നതിനെ മാത്രം, ഇല്ലെങ്കിൽ കേൾക്കുന്നതിലൂടെ വിഷ്വൽ ഇമ്പാക്റ്റിലൂടെ മാത്രം നോക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പുണ്ട്, അതായത് നമുക്ക് കാണാൻ കഴിയുന്നത് എന്ന് പറയുന്നത്, വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നത്, ഫീൽ ചെയ്യാൻ പറ്റുന്നത്, പിക്ചറുകളായിട്ട് സേവ് ചെയ്യുന്നത്, ഫീൽ ചെയ്യുന്നത്. ഈ ഇമോഷൻസ് എന്ന് പറയുന്ന ഫീലിംഗ് ആണ്. ഫീലിംഗിന്റെ തോട്ടം കൂടി ചേരുമ്പോഴാണ് ഇമോഷൻസ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് വേദന എന്ന് പറയുന്ന ഒരു ഫീലിംഗ് ആണ്. ഈ ഫീലിംഗ് നമുക്ക് ഒരിക്കലും വിഷ്വലൈസ് ചെയ്യാൻ പറ്റില്ല. മറ്റൊരാളുടെ വേദന നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല, നമുക്ക് ഫീൽ ചെയ്യാനേ സാധിക്കുള്ളൂ. പിക്ചറൈസ് ചെയ്യാനൊന്നും പറ്റില്ല. അത് നമ്മൾ കണ്ട സിനിമയിലെ ഏതെങ്കിലും പിക്ചറുമായിട്ട് കണക്ട് ചെയ്ത് മാത്രമേ വരുള്ളൂ. അതുപോലെ തന്നെയാണ് ഇന്റലക്ച്വൽ പവർ, സ്പിരിച്വൽ പവർ. ഇത് മൂന്നും ഒരു തുല്യതയോടെ സമ്മേളിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ഒരു പവർ ഉണ്ടാവും. അതിനെ പറയുന്ന ഒരു ട്രിം ടാബ് പോലെ നമ്മൾ വർക്ക് ചെയ്യാൻ തുടങ്ങും. അതിന് നമ്മളുടെ ഈ ഒരു ലിവിങ് ലവിങ് ലേണിംഗ് ലെഗസി ഇത് ഈക്വലൈസ് ചെയ്യുമ്പം ഫയർ വിത്തിൻ, അതായത് ഒരു ആന്തരിക അഗ്നി ജ്വലിച്ചു തുടങ്ങും. അത് നമുക്ക് എപ്പോഴാണ് എവിടെയാണ് കിട്ടുക എന്ന് പറയാൻ പറ്റില്ല. അത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ സംഭവിച്ചാൽ നിങ്ങൾ എത്ര
തന്നെ നിങ്ങൾ ഏതെല്ലാം പ്രവൃത്തികളിൽ ഏർപ്പെട്ട് കഴിഞ്ഞാലും ആ അഗ്നി അനുകൂലമായ സാഹചര്യത്തിൽ അതൊരു നെരിപ്പോട് പോലെ ഉള്ളിലിരുന്ന് അത് കത്തുന്നുണ്ടാവും. അത് ഒരുപാട് പേർക്ക് ഊർജം നൽകുന്ന, പ്രചോദിപ്പിക്കുന്ന ഒരു വലിയ സംഭവമായി മാറുന്നുണ്ടാവും. അത് മാറുന്നതിന് വേണ്ടി നമ്മൾക്ക് ഈ എല്ലാ കാര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്കും ഒരു മാറ്റം, അതായത് ഏകാന്തമായിരുന്ന് നമ്മുടെ ബ്രീത്തിൽ ശ്രദ്ധിച്ച് നമ്മുടെ തോട്ട്, നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തതുപോലെ you can think about your own thinking, you can feel about your own feeling, you can see you. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ ഫീലിംഗ് മനസ്സിലാക്കാൻ സാധിക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ ചിന്തകളെ മനസ്സിലാക്കാൻ സാധിക്കണം. ഇതെല്ലാം ഒരു പേപ്പറിലേക്ക് നിങ്ങൾ പകർത്തി കഴിഞ്ഞാൽ തേർഡ് പേഴ്സൺ വ്യൂ ഓഫ് പ്രോസസ്, ഹെലികോപ്റ്റർ വ്യൂ എന്ന് പറഞ്ഞ പ്രോസസ്സിലേക്ക് നമ്മൾ കടന്നു വരും. അങ്ങനെ വരുന്ന സമയത്ത് നമ്മളെ തന്നെ മറ്റൊരാളെ കണ്ടുകൊണ്ട്, നമ്മളെ തന്നെ വിശകലനം ചെയ്തുകൊണ്ട്, നമ്മളെ തന്നെ വരുത്താൻ നമുക്ക് സാധിക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് മറ്റൊരാളുടെ ഫീലിംഗ് മനസ്സിലാവുള്ളൂ, മറ്റൊരാളുടെ തോട്ട് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. ആദ്യം സ്വയം അറിയുക, മറ്റുള്ളവരെ മനസ്സിലാക്കുക. ദെൻ മറ്റുള്ളവരെ മനസ്സിലാക്കപ്പെടാൻ ശ്രമിക്കുന്നതിന് മുമ്പ്, അതായത് ഫസ്റ്റ് സീക്ക് ടു അണ്ടർസ്റ്റാൻഡ്, മനസ്സിലാക്കുക, തന്നെ മനസ്സിലാക്കുക, പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അവർ നമ്മളെ മനസ്സിലാക്കിക്കൊള്ളും. സദാസമയവും അതിന് സ്റ്റിച്ചിങ് മെത്തേഡ് ഉണ്ട്, ഒരുപാട് മെത്തേഡുകൾ ഉണ്ട്. ഇത് പ്രാക്ടിക്കലായിട്ട് പ്രാക്ടിക്കൽ വർക്ക് ഷോപ്പ് എന്നുള്ള രീതിയിൽ തന്നെ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മൾ പവറോ, നമ്മൾ എവിടെയാണ്, എങ്ങനെയാണ് നമുക്ക് സെൻട്രലൈസ് ചെയ്യേണ്ടത് നമ്മുടെ ലൈഫിനെ, എങ്ങനെയാണ് പ്രിൻസിപ്പിൾസ് ആൻഡ് ലിവിങ്. ഇത് തന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതകരമായി തോന്നിയത്, അദ്ദേഹം ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ക്രിസ്ത്യൻ വിശ്വാസികൾ അല്ലെങ്കിൽ ബൈബിളിൽ പറഞ്ഞതെല്ലാം ഇത് തന്നെയാണ് എന്ന് പറയും. ഇസ്ലാം മത വിശ്വാസികൾ പറയും ഇതെല്ലാം ഇസ്ലാം ഗ്രന്ഥത്തിൽ എഴുതി വെച്ചതാണ്, എങ്ങനെയാണ് ഒരു മനുഷ്യൻ ജീവിക്കേണ്ടത്, നന്മ തിന്മയൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബുദ്ധമത വിശ്വാസികൾ പറയും ഇത് ഞങ്ങളുടെ ഗ്രന്ഥത്തിലുള്ളതാണ് എന്ന്. ഈവൻ കമ്മ്യൂണിസത്തിൽ പോലും, കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൽ പോലും ഇതൊക്കെ തന്നെയുണ്ട്. മാനവികത, സമത്വം, സാഹോദര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല രാജ്യങ്ങളുടെയും, അതേപോലെ തന്നെ സത്യമേവ ജയതേ, ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം തിരിച്ചറിയണം. ഇത് ഞാൻ വളരെ പെട്ടെന്നാണ് ഈ കാര്യങ്ങളെല്ലാം സംസാരിച്ചത്. പക്ഷെ ഇതെല്ലാം ഓരോ സബ്ജക്റ്റും വളരെ ഡീപ്പിൽ പോകേണ്ടതാണ്, ഡെപ്തിൽ പോകേണ്ടതാണ്, സമയമെടുത്ത് പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുപോകേണ്ടതാണ്. ദിസ് ഈസ് നോട്ട് എ ക്വിക്ക് ഫിക്സ് പ്രോഗ്രാം, ദിസ് ഈസ് നോട്ട് എ പ്രോഗ്രാം വിത്ത് എ മന്ത്, ദിസ് ഈസ് എ പ്രോസസ് ടു പേഴ്സണൽ ആൻഡ് ഇന്റർപേഴ്സണൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. ഇത് തന്നെയാണ് ഇതിന്റെ ഒരു എക്സ്പാൻഷൻ ആണെങ്കിൽ 8 ഹാബിറ്റിലേക്ക് വരുന്ന സമയത്ത് ഇത് വേറെ ലെവലിലാണ് വരുന്നത്. സെയിം സംഭവം തന്നെയാണ്. അത് മോഡലിംഗ്, അലൈൻമെന്റ്, മോഡലിംഗ്, പാത്ത് ഫൈൻഡിങ്, അലൈൻമെന്റ് ആൻഡ് എംപവറിംഗ് എന്ന് പറയുന്നത്. നമുക്ക് മറ്റൊരു ദിവസം അതുമായിട്ട് വരാം. ഇതിലെ ഇനി ഞാനിപ്പം ടോട്ടൽ ഓവർവ്യൂ ആണ് ചെയ്തിരിക്കുന്നത്. നാളെ ഇതിലൊരു അടുത്ത ക്ലാസ്സിൽ ഒരു സെഗ്മെന്റ്, എനിക്ക് വളരെ പ്രധാനമുള്ള ഒരു സെഗ്മെന്റ് നമുക്ക് ഡീപ്പായിട്ട്, ഡെപ്ത് ആയിട്ട് ചർച്ച ചെയ്യാം. താങ്ക് യു. ഓക്കെ, താങ്ക് യു സുജിത്. ഈ പുസ്തകവുമായി ബന്ധപ്പെട്ട്, മണി മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് വളരെ ക്രിയേറ്റീവായിട്ട് റിസൾട്ടുകൾ തരുന്ന ഒരു ബുക്കാണ്. എങ്ങനെയാണ് കറക്റ്റായിട്ട് ടൈം മാനേജ് ചെയ്യാൻ പറ്റുന്നത്, അതിനെ ഏത് രീതിയിൽ പ്രോസസ്സ് ചെയ്യണം. അപ്പോൾ ഇവിടെ ക്ലോക്കും കോമ്പസും എന്ന് പറഞ്ഞൊരു ഏരിയയെക്കുറിച്ച് പറഞ്ഞു. പ്രധാനമായിട്ടും ഷെഡ്യൂളുകൾ, ചുമതലകൾ, ലക്ഷ്യങ്ങളൊക്കെ കൃത്യമായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നൊരു കാര്യം. ഒരു കോമ്പസ് എന്ന് പറയുമ്പോൾ മൂല്യങ്ങൾ, തത്വങ്ങൾ, ലക്ഷ്യങ്ങളൊക്കെ അനലൈസ് ചെയ്ത് പോകുന്ന ഒരു പാർട്ടാണ്. പിന്നെ നമ്മൾ പറയുന്ന അർജന്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ്, ഈ പാർട്ടിനെ കുറിച്ച്. സോ ഈ ബുക്ക് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഇൻസൈറ്റ് ഉണ്ട്. നമ്മൾ ഇതുവരെ ചെയ്ത രീതിയും ഇപ്പോഴുള്ള രീതിയും തമ്മിലുള്ള വ്യത്യാസം, ആ വ്യത്യാസത്തെ കൃത്യമായിട്ട് തിരിച്ചറിയാൻ പറ്റിയാൽ തീർച്ചയായിട്ടും അതൊരു ട്രാൻസ്ഫോർമേഷനായിട്ട് മാറ്റാൻ സാധിക്കുമെന്നുള്ളതാണ് ഈ ബുക്കിൻ്റെ ഒരു പ്രത്യേകത. സോ അതാണ് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ളത്. സോ താങ്ക് യു സുജിത്, വളരെ സന്തോഷം. നമുക്ക് ലാനൻസ് സാറിൽ തുടങ്ങാം. ലാനൻസ് സാർ പറയും. കുറച്ച് ഇടവേളയ്ക്ക് ശേഷമാണ് സുജിത് സാറിനെ കണ്ടുമുട്ടുന്നത്. വളരെ ഗഹനമായ ഒരു വിഷയത്തെ എത്ര നിസ്സാരമായിട്ടാണ് നമ്മുടെ മുമ്പിലേക്ക് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിന് ആ വിഷയത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിനു മുമ്പുള്ള ക്ലാസ് ഞാൻ കേട്ടിട്ടില്ല. അതിനു മുമ്പ് നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ എടുത്ത ആ വിഷയങ്ങൾ തന്നെ ഇതിനകത്ത് കൂട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് അവസാനം ആ കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് ചേർത്തി വിട്ടത്. മനസ്സിന്റെ അഗാധ തലങ്ങളും അതിനെ കോർഡിനേറ്റ് ചെയ്ത് പ്രായോഗിക തലങ്ങളിലേക്ക് എത്തിക്കാനുള്ളൊരു ശ്രമവും കൂടെ ഇതിനകത്തുണ്ട്.
ഞാൻ ഒറ്റയാളല്ലല്ലോ. ഞാൻ എവിടുന്ന് വരുന്നു എന്ന് ഞാൻ ചിന്തിക്കേണ്ട. ഞാൻ ഇപ്പോൾ എവിടെയാണ്, ഇനി എങ്ങോട്ടാണ് പോകേണ്ടത്. ഈ രണ്ട് കാര്യത്തിനൊരു നിശ്ചയം നമുക്കുണ്ടായാൽ ഈ മനുഷ്യ ജന്മത്തിന് ഒരു പൂർണ്ണത ലഭിക്കും. നമ്മളെപ്പോലെ ഓരോരുത്തരും അതേ രീതിയിലേക്ക് വരുമ്പോൾ അതൊരു പരസ്പരം സഹായകമായ ഒരു ജീവിതമായി മാറും. അവിടെ മത്സരം ഉണ്ടാവില്ല. ഇവിടെ നമ്മുടെ കൊച്ചു ജീവിതത്തെ നാം മത്സരം കൊണ്ട് തകർക്കുകയാണ് ചെയ്യുന്നത്. ജീവിക്കാൻ മറന്നു പോകുന്നു, മത്സരം മാത്രം പിന്നെയും ബാക്കി നിൽക്കുന്നു. സ്റ്റീഫൻ റിച്ചാർഡ്സിന്റെ പുസ്തകം ഞാൻ വായിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോ എനിക്ക് തോന്നുന്നു ലേശം ബുദ്ധിമുട്ടിയാണെങ്കിലും അതൊന്ന് വായിച്ച് സാറിന്റെ ഈ റെക്കോർഡിങ്സും കൂടി ഒന്ന് ചേർത്താൽ അത് ഏതാണ്ടൊന്ന് മനസ്സിലാക്കാൻ കഴിയുമെന്നതാണ്. ഇത് എനിക്ക് തോന്നിയ ഒരു ഫീലിംഗ് ആണ്. സുജിത് സാറിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. നല്ലൊരു ക്ലാസ് ആയിരുന്നു. സ്പീഡ് അദ്ദേഹത്തിനെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അത് ഈ ഡാമിൽ നിന്ന് വെള്ളം തുറന്നു വിട്ട പോലെ പൊയ്ക്കൊണ്ടിരിക്കും. അതിന് തടസ്സം നമ്മൾ. ഓക്കെ, സാറിൻ്റെ കണക്ഷൻ കട്ടായി പോയി. ഓക്കെ, താങ്ക് യു ലയനൻ സർ. ഓക്കെ, ദെൻ അമർജ്യോതി മാം ഉണ്ടോ? യെസ് സർ. താങ്ക് യു സർ. താങ്ക് യു സബു സർ. താങ്ക് യു സുജിത് സർ. സാറേ 5Gന്റെ കൂടെ 3G പോകുന്ന വഴിയാണ് പോയത്. സാറ് 5Gന്റെ സ്പീഡിലാണ് പോകുന്നത്. ഞാൻ ഈ ബുക്ക് വായിച്ചില്ല, അതുകൊണ്ട് തന്നെ എത്താൻ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഞാനിങ്ങനെ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് മോസ്റ്റ് അർജന്റ്, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, അർജന്റ്, ഇമ്പോർട്ടൻറ്റ്, ഇമ്പോർട്ടൻറ്റ്, നോട്ട് അർജന്റ്, നോട്ട് അർജന്റ്, നോട്ട് ഇമ്പോർട്ടൻറ്റ്. അത് നമ്മളെ ജീവിതത്തിൽ പകർത്തിയാൽ നമുക്ക് നല്ല പുരോഗതി നേടാൻ പറ്റുന്ന കാര്യത്തിൽ സംശയമില്ല. പിന്നെ സാറ് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മളെ ജീവിതത്തിൽ പകർത്താൻ ബുദ്ധിമുട്ടുള്ളതാണ്. പക്ഷെങ്കിൽ പകർത്തിയാൽ നമുക്ക് ജീവിതത്തിൽ സക്സസ് ആവുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എല്ലാ കാര്യങ്ങളും വളരെ എന്താ പറയണ്ട ഗംഭീരമായിട്ടാണ് സ്റ്റീഫൻ സാർ പറഞ്ഞിരിക്കുന്നത്. അത് സാറ് നല്ലോണം പഠിച്ചിട്ടാണ് നമ്മളെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഞാൻ എന്തായാലും ഈ ബുക്ക് എന്തായാലും വായിച്ചിരിക്കും. എന്തായാലും ലൈബ്രറിയിൽ മെമ്പർഷിപ്പ് എടുക്കാൻ പോകുന്നുണ്ട് കോഴിക്കോട്. എന്നിട്ട് ഈ ബുക്കെല്ലാം വായിക്കണം. മറ്റേതല്ലേ ആ ബുക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബുക്കാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ ബുക്കും കൂടി എനിക്ക് വായിക്കണം എന്തായാലും. ഓക്കെ സാർ, എന്തായാലും ആ ബുക്കിനെ പറ്റി ഓർമ്മിപ്പിച്ചതിന് സാറിന് പ്രത്യേകം നന്ദി. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. താങ്ക് യു മാം. അടിയന്തരം അല്ലേ, അർജന്റ് ആൻഡ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന 4 ക്വാഡ്രന്റ്. ഈ ക്വാഡ്രന്റിലുള്ള വരുന്ന കണ്ടന്റുകളെ കൃത്യമായിട്ട് വിവേചിക്കാനാണ് നമുക്കറിയില്ലാത്തത്. ഏതാണ് അർജന്റ്, ഏതാണ് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് പലപ്പോഴും നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ ഫെയിലായി പോകുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. ഇത് നമുക്ക് മാത്രമല്ല, മറ്റുള്ളവർക്ക് അത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന രീതിയിലും അത് അതിൻ്റെതായ രീതിയിൽ ഒരു അഡൽട്ടിൻ്റെ നേച്ചറിലൊക്കെ നിന്ന് പറയാൻ പറ്റുക എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, ഇനി റോയ് സാർ ഉണ്ടോ? ഓമന ടീച്ചർ, ടീച്ചർ ഞാൻ പറയട്ടെ. പറയും. ഞാൻ ഈ പുസ്തകം ഒരു തവണ വായിച്ചു. ഒരു തവണ വായിച്ചാല് പിന്നെ എന്താ പറയാ, സുജിത് സാറിന്റെ വീടിന്റെ അടുത്ത് പോലും എത്താൻ പറ്റിയില്ല. ഒരു തവണ ഒരു പുസ്തകം വായിച്ചിട്ട് പ്രത്യേകിച്ച് വലിയ ഗുണമില്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഒരു പരിചയം ഉണ്ട് എന്ന് പറയാം. അപ്പോ ഇപ്പൊ കഴിഞ്ഞത് സാറ് പറഞ്ഞ പിന്നെ ഓരോ അഭിപ്രായങ്ങളും സാറെല്ലാം മറ്റേ കുലഹന്നൻ സാറ് പറഞ്ഞ പോലെ പൈപ്പ് തുറന്നു വിട്ട പോലെയാണ് പറയുന്നത്. സാർ അത്രയും അത് ഹൃദിസ്ഥമാക്കിയത് കൊണ്ടാണ്. നമ്മളൊക്കെ പല പുസ്തകം വായിക്കും, എല്ലാത്തിൽ നിന്നും കാര്യമായിട്ടൊന്നും കിട്ടിയല്ല. സാറ് വായിക്കുന്ന പോലെയാണ് ശരിക്കും പുസ്തകം വായിക്കേണ്ടത്. അപ്പൊ നമുക്ക് ഈ സാറ് പറഞ്ഞ ഒരു കാര്യം ഞാൻ ആലോചിച്ചു. ഈ യാതൊരു മൂല്യങ്ങളും കീപ്പ് ചെയ്യാതെ എങ്ങനെയെങ്കിലും കാശുണ്ടാക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതിന്റെ ഒരു മടുപ്പ് മനുഷ്യർക്ക് തുടങ്ങി കിട്ടിയാൽ മതിയായിരുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അത് തുടങ്ങിയോന്ന് അറിയത്തില്ല. അപ്പം അതുപോലെ തന്നെ കുട്ടികളുടെ കാര്യം നമുക്ക് വേണ്ടിയല്ല നമ്മൾ മക്കളെ ഇപ്പം വളർത്തുന്നത്. അവരങ്ങ് വിചാരിക്കുകയാണ് അവർ വളരുന്നത് നമുക്ക് വേണ്ടിയാണ്. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നമ്മളല്ല അവരെ നമുക്ക് വേണ്ടി വളർത്തുന്നത്,
അവരിങ്ങോട്ട് തീരുമാനിക്കുവാണ് നമ്മൾ അവരെ വളർത്തിയത് നമുക്ക് വേണ്ടിയാണ് എന്നവർ തീരുമാനിച്ചിട്ട് ആ ലെവലിൽ നിന്നാണ് അവരിപ്പോൾ പെരുമാറുന്നതെന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇപ്പോഴത്തെ കുട്ടികളുടെ കാലഘട്ടം കാണുമ്പോൾ. അപ്പം എന്തിനും ഏതിനും നിങ്ങൾക്ക് വേണ്ടി അച്ഛന് വേണ്ടി അല്ലെ അമ്മയ്ക്ക് വേണ്ടി എന്നുള്ള ഒരു 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 പറയലും ശ്രദ്ധിച്ചാൽ കേൾക്കാം. പറയലും എല്ലാം അവരങ്ങനെയാണ് ചെയ്യുന്നത്. അത് കാരണം പേരൻസ് തന്നെ ആയിരിക്കാം. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ എത്ര അങ്ങനെ അല്ലാന്ന് വിചാരിച്ചാലും ഈ സമൂഹത്തിൽ അങ്ങനെ ഒരു നിലനിൽപ്പുണ്ട്. ഒരു കാര്യം ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട്. ഈ കുട്ടികളെ, ഈ കേരളത്തിൽ പ്രത്യേകിച്ചും ഈ കുട്ടികൾ ആജീവനാന്ത ഒരു ബാധ്യതയായിട്ട്, പിന്നെ ബാധ്യതയാകുന്ന കുട്ടികൾ, അല്ലാത്തവരങ്ങ് പറന്നു പോവുകയാണ്. അവർക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല. അപൂർവം പിള്ളേർക്ക് കറക്റ്റായിട്ടുള്ള ഒരു എത്തിക്സോട് കൂടിയിട്ടുള്ള ഉത്തരവാദിത്വം രക്ഷിതാക്കളോട് കാണുന്നുള്ളൂ. അങ്ങനെയുള്ള പിള്ളേരെ കാണുമ്പം അവിടെ 5 മിനിറ്റ് അവരുടെ അടുത്ത് നിൽക്കാൻ ഒരു ആഗ്രഹം തോന്നുന്ന പോലെയാണ്. അതെല്ലാം അതെങ്ങനെയാ അങ്ങനെ ചില പിള്ളേർ മാത്രം അങ്ങനെ വരുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇടയ്ക്ക് ചില കുട്ടികളെ കാണാം അങ്ങനെ അപ്പനെ അമ്മയും കരുതലോട് കൂടി കൊണ്ടു നടക്കുന്ന പിള്ളേരെ കാണാം. അത് ഇങ്ങനെ ഒരു ലോട്ടറി അടിക്കുന്ന പോലെയൊക്കെയാണ് എന്നേ ഉള്ളൂ. പക്ഷെ ഭൂരിപക്ഷം 99-ഉം ശരിക്കും പറഞ്ഞാല് അവർ നമുക്ക് വേണ്ടി ജീവിക്കുകയാണ്. അതാണ് ഇപ്പോഴത്തെ ഇത് മനസ്സിലായത്. ഇപ്പൊ സാറിന് പറഞ്ഞപ്പോ എനിക്കൊരു പ്രതീക്ഷ തോന്നി, ഇനി മുന്നോട്ട് മൂല്യങ്ങളിലേക്കുള്ള ഒരു പോക്കാണെങ്കിൽ രക്ഷപ്പെട്ടു. പക്ഷെ അങ്ങോട്ട് പോയിട്ട് ഇനി വല്ല കാര്യമുണ്ടോ എന്നുള്ളത് വേറെ കാര്യം. മൊത്തം ഭൂമി നശിപ്പിച്ച്, പ്രകൃതി നശിപ്പിച്ച്, എല്ലാം താറുമാറാക്കിയിട്ട് എങ്ങനെ അങ്ങോട്ട് എത്താൻ പറ്റും എന്നുള്ളത് ഒരു സംശയമാണ്. അപ്പം ദ മെയിൻ തിങ് ഈസ് ദ മെയിൻ തിങ്. അത് ആ മെയിൻ തിങ് കണ്ടുപിടിക്കാൻ പറ്റാതിരിക്കുന്നത് നമുക്ക് നമ്മുടെ ആ ഒരു മൂല്യങ്ങളിലുള്ള അടിയുറച്ച ഒരു വിശ്വാസം അല്ലെങ്കിൽ നമ്മുടെ ഒരു ജീവിതം നമ്മൾ അങ്ങനെ കൊണ്ടുപോകാത്തതുകൊണ്ടാണ്. നമ്മൾ കറക്റ്റ് ആണെങ്കിൽ നമ്മുടെ ഡിസിഷൻസും കറക്റ്റായിട്ട് വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് അപൂർവമായിട്ടൊക്കെ കറക്റ്റ് അല്ലാതിരിക്കേണ്ടി വരുന്നുണ്ടാവും. അപ്പൊ നമ്മൾ കുറച്ച് ചാഞ്ചാടി. അപ്പൊ ചാഞ്ചാടുമ്പോൾ നമ്മുടെ ഡിസിഷൻസും ചാഞ്ചാടൂലേ? അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എത്രത്തോളം ശരിയാന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് എൻ്റെ അനുഭവം കൊണ്ട് എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. നമ്മൾ കറക്റ്റ് ആണെങ്കിൽ നമ്മുടെ ഡിസിഷൻസും കറക്റ്റ് ആയിരിക്കും. നമ്മൾ എങ്ങനെ കറക്റ്റ് ആകുമെന്ന് ചോദിച്ചാൽ എൻ്റെ കറക്റ്റ് നിന്റെ കറക്റ്റ് അങ്ങനെയൊന്നുമില്ല. ശരിക്ക് കറക്റ്റ് ആയിട്ടുള്ളൊരു ശരിയുണ്ട്. സാറ് പറഞ്ഞ 5.5 അടിയുടെയോ 5 അടിയുടെയും പോലെ അല്ല ശരി. ശരി തന്നെയാണ്. അങ്ങനെ ഒരു അനുഭവം വിശ്വാസമാണ് എനിക്കുള്ളത്. അപ്പൊ നമ്മൾ കറക്റ്റ് ആണെങ്കിൽ എല്ലാം നമ്മുടെ കൂടെ കറക്റ്റ് ആയിട്ട് വന്നോളൂ. നമുക്ക് കറക്റ്റ് ആകാനാണ് മെയിൻ തിങ് ഈസ് നമ്മൾ കറക്റ്റ് ആകുക എന്നുള്ളതാണ്. ആ മെയിൻ തിങ്ങിൽ നമ്മൾ നിൽക്കുകയാണെങ്കിൽ ബാക്കിയൊക്കെ കറക്റ്റ് ആയിട്ടിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു മാം. ഇനി ആരുള്ള? രമാദേവി മാം. ഞാൻ പറയാം സാറേ. ഇതിനെ ബുക്ക് റിവ്യൂ നടത്തിയ സുജിത് സാറിനും സാബു സാറിനും നമസ്കാരം. നമ്മുടെ ആരോഗ്യം പോലും നഷ്ടപ്പെടുത്തി നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഭൗതിക നേട്ടങ്ങൾ നമ്മൾക്കൊരിക്കലും സമാധാനവും സംതൃപ്തിയും തരുന്നില്ല. അതായത് പ്രിൻസിപ്പിൾ സെൻറ്റേർഡ് ആയിട്ടുള്ള ജീവിതമാണ്, അതായത് മൂല്യാധിഷ്ഠിതമായ ഒരു ജീവിതം നയിച്ചാൽ മാത്രമേ നമുക്ക് ശാന്തിയും സമാധാനവും ലഭിക്കുകയുള്ളൂ. എപ്പോഴും ഒരു സ്വീകർത്താവാകാതെ ഒരു ദാതാവായിരിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതുപോലെ അപ്പോൾ തോന്നുന്ന കാര്യങ്ങൾ ചെയ്യാതെ പ്രധാനപ്പെട്ട കാര്യങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കി പ്രാധാന്യം അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യണം. അർജൻസിയേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസിന് പ്രാധാന്യം കൊടുക്കണം. പിന്നെ പണ്ടത്തെ തലമുറ ഷവലിന്റെ സ്വഭാവം, ന്യൂ ജനറേഷൻ തൂമ്പയുടെ സ്വഭാവമാണ്. അവർ തന്നിലേക്ക് തന്നെ ഒതുങ്ങി ജീവിക്കുന്നു. പിന്നെ ലിവിങ്, ലവിങ്, ലേണിംഗ്, ലെഗസി, ഇതിന്റെ പ്രാധാന്യം. അതുപോലെ ആദ്യം സ്വയം അറിയാൻ ശ്രമിക്കുക, പിന്നെ മറ്റുള്ളവരെ മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് മനസ്സിലായത്. നന്ദി. ഓക്കെ. സാബുസാരടിയില്ലല്ലോ. ഇനി പിന്നെ റോയ് സാർ പറയാവോ? റോയ് സാർ ഉണ്ടായിരുന്നല്ലോ അല്ലെ? രമാവതി മാം പറയാവോ? ഒരു എന്താ പറയേണ്ടത്, നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു വിഷയം കൂടിയാണ്.
ഇതിന്റെ മാറ്റർ എന്ന് പറയുമ്പോൾ മനസ്സിന്റെ പ്രത്യേക തലത്തിലുള്ള, അതായത് പെയിനെ അങ്ങനെ ഓവർകം ചെയ്യണം എന്നാണ് സാർ ആദ്യം പറഞ്ഞത്. അത് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തില് ടൈം മാനേജ്മെന്റ് ഒരു നല്ലൊരു സംഭവമാണ്. എനിക്ക് തോന്നുന്നു ടൈം മാനേജ്മെന്റിന് ഇപ്പൊ പ്രാധാന്യം കൊടുക്കുന്നില്ലേ എന്നുള്ള ഒരു സംശയമില്ല അതിൽ മനുഷ്യര്. അതിപ്പം സ്ത്രീകളെ സംബന്ധിച്ച് പറയുമ്പോൾ സാധാരണ കുട്ടികളെ കണ്ട് കുട്ടികളെ എന്തെങ്കിലും കിട്ടുക എന്നുള്ളത് ഒരു സന്തോഷമുള്ള കാര്യമാണ്. ഞാൻ മോളെടുത്ത് പോകുമ്പോൾ മോള് അവളുടെ ഫ്രിഡ്ജിന്റെ മുകളില് ഒരിതിങ്ങനെ പതിച്ചു വെക്കും. ഞാൻ ചോദിക്കും ഇതെന്താ? ഇതെനിക്ക് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, ഇതെനിക്ക് ചെയ്ത് തീർത്തേ പറ്റുമെന്ന് പറയും. അത് കാര്യമായിട്ട് അവള് ചെയ്ത് തീർക്കുകയും ചെയ്യും. അപ്പൊ അതിൽ തന്നെ നമുക്കിപ്പം ടൈം മാനേജ്മെന്റിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എനിക്ക് തോന്നി ഇപ്പം അതിനൊരു തടസ്സമായിട്ട് നിൽക്കുന്നത് ഈ കുറെ അത് ഈ കോവിഡ് കാലത്ത് തുടങ്ങിയ ഒരു ഏർപ്പാടാണ് ഈ വാട്സാപ്പ് കൂട്ടായ്മ. അത് ഇപ്പോഴും നമ്മളിങ്ങനെ ചുറ്റി കൊണ്ടുവരുന്നതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ചെറിയ പ്രശ്നമാണ്. പക്ഷെ ഇതിൽ നിന്ന് തല ഊരാനും പറ്റുന്നില്ല എല്ലാ ഗ്രൂപ്പിൽ നിന്നും. ചിലതെല്ലാം ആവശ്യമുള്ളതാണ്. ഒരു പ്രാവശ്യം തന്നെ നമ്മളത് ഊരി കഴിഞ്ഞാൽ അവരോട് ഫോൺ വിളിച്ചിട്ട് ഇതെന്തോ ഇതായി പോയോ, ഡിലീറ്റ് ആക്കി പോയോ എന്നുള്ള അർത്ഥത്തിലാണ് വീണ്ടും വരുന്നത്. അതിലിങ്ങനെ ചിലവര് ചെറപറാന്ന് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും ആവശ്യമില്ലാത്ത കാര്യങ്ങളും എല്ലാം. അപ്പൊ ശരിക്കും ഫോൺ തന്നെ ഹാങ് ആവുന്ന ഒരു അവസ്ഥയുണ്ട്. അതിലിപ്പം മരിയ മോള് ഗർഭിണി ആയിട്ടാകുമ്പോ അങ്ങനെ ഒരവസ്ഥയിൽ അങ്ങനെ പഠിക്കാനുണ്ട്, അതെല്ലാം തീർക്കാനുണ്ട് എന്ന് പറയുമ്പോ ആ കുട്ടിക്ക് ഉണ്ടാകുന്ന ആ മാനസിക വിഷമം ശരിക്കും അങ്ങനെ ആയിക്കഴിഞ്ഞാല് എന്റെ ഉത്തരവാദിത്വം പിന്നെ വീണ്ടും ഡൈവേർട്ട് ആവും. അപ്പോഴ് അവർക്ക് കിട്ടുന്ന ഉപദേശം വളരെ നല്ലതാണ്. കാരണം ആ സമയത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂല എന്നുള്ളത് പറഞ്ഞു, അതിന് പകരം നിന്റെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ് എന്നുള്ള രീതിയിലാണ്. അത് ആന്തരികമായ ദിശാസൂചി തന്നെയാണ് അതിലിപ്പം സാറ് പറഞ്ഞേര്. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ തലമുറ, അതായത് ഇപ്പോഴത്തെ തലമുറയെ സംബന്ധിച്ചിടത്തോളം പിന്നെ തൂമ്പ പോലെയാണെന്നുള്ളത് യാതൊരു സംശയമില്ല. കാരണം ആ തരത്തിലാണ് കുട്ടികളെ വളർത്തുന്നത്. അതിപ്പം എനിക്ക് തോന്നുന്നത് ഇപ്പൊ എല്ലാരും പറയും ഇപ്പോഴങ്ങനെയാണ്, പഠിക്കാൻ കുറേയുണ്ട്. അതൊന്നും അതിലൊന്നും കാര്യമൊന്നുമില്ല. പഠിക്കാൻ കുറേയുണ്ട്. അവർക്ക് LA+ കിട്ടിയിട്ട് അവരെന്താക്കാനാ? ഇപ്പൊ LA+ കിട്ടിയ ഒരു SSLC ഉള്ള കുട്ടി 2-3 വർഷം മുമ്പ് പിന്നെ ഒരു വിഷയത്തിന് തോറ്റുപോയത് ഞാൻ കണ്ടിട്ടുണ്ട്. LA+ കിട്ടുന്നത് ഈ സ്പൂൺ ഫീഡിങ് ഉള്ളതുകൊണ്ടാണ്, അല്ലാതെ LA+ കിട്ടണം എന്നൊന്നുമില്ല. അപ്പൊ അങ്ങനെ LA+ കിട്ടാൻ വേണ്ടിയിട്ട് അവനെ വളർത്തിയെടുക്കുമ്പോ അവന് നഷ്ടപ്പെടുന്ന ഒരു നല്ല രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലിപ്പം ഉത്തരവാദിത്തമാണെങ്കിലും പിന്നെ അവന് അറിയേണ്ട കാര്യങ്ങളാണെങ്കിലും അവന്റെ നാടിനെ പറ്റിയിട്ട് പോലും അറിയാത്ത ചില കേസ് ഉണ്ട്. ഒരു ദിവസം ഞാൻ വാന് മുമ്പ് കേട് വന്നിട്ട് മോനെ 6ാം ക്ലാസ്സുകാരനോട് മോനെ ഇനിയിപ്പത് ഇപ്പോഴേ നേരെയാവില്ല, നീ ഒരു കാര്യം ചെയ്യും, വീട്ടിലേക്ക് നടന്നോളൂ എന്ന് പറയുമ്പോ കുട്ടി പറയാണ് എനിക്കിങ്ങനെ നടന്നു പോവാൻ അറിയില്ല. കുറച്ച് ദൂരം ഉണ്ട്, എന്നാലും എല്ലാവർക്കും അറിയേണ്ട കാര്യമാണ്, നാട്ടിൻപുറമാണ്, ഗ്രാമമാണ്. അപ്പൊ അത്രമേലും കുട്ടികൾക്കൊന്നും അവരൊന്നും ചെയ്യണ്ട. ഞാൻ പറയാറുണ്ട്, ചിലപ്പോ പരീക്ഷ വരുമ്പോ SSLC-കാരനോ SSLC-കാരിക്കോ അമ്മ മോള് പഠിച്ചുകൊണ്ടിരുന്ന ഞാൻ വായിൽ തരാന്ന് പറഞ്ഞിട്ട് ഉരുട്ടി കൊടുക്കുന്ന അവസ്ഥയും കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയെല്ലാം ആകുമ്പം പിന്നെ ഇത് എന്താ പറയണ്ട, സാറിന്റെ ക്ലാസ് എനിക്ക് നല്ലോണം ഇഷ്ടമായി. നല്ല ക്ലാസ് ആയിരുന്നു സാറേ. കാരണം ഒരുപാട് ചിന്തിക്കാനുള്ളത്, കുറെ പറയാനുണ്ട്, ഞാൻ കുറെ അത് പറയാനുണ്ട്. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. ഇനി ആരുള്ള? ഒരു അനീസയുണ്ട്, ജോർജ് സാറുണ്ട്, ജോർജ് ഫിലിപ്പ്. ആരെങ്കിലും പറയും, അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പ് ചെയ്യാം. താങ്ക് യു സുജിത്ത്, വളരെ മനോഹരമായ ഒരു സെഷനായിരുന്നു. ഇനി എൻ്റെ തുടർച്ചയായിട്ട് ഇതിൻ്റെ സെഷൻസ് കൂടെ അതിനകത്തുണ്ട് അല്ലേ? ഉണ്ട് സാർ, ഡെപ്തില് പോവാം. ഓക്കെ. യെസ്. അടുത്ത ബുധനാഴ്ച നമുക്ക് വീണ്ടും ഇതിലൊരു സെക്കൻഡ് പാർട്ടിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. സോ എല്ലാവർക്കും നന്ദി. താങ്ക് യു സുജിത്ത്. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. സീ യു.
താങ്ക് യു സർ. ഗുഡ് നൈറ്റ്.